പ്രത്യേകത. ഇന്ന് കേന്ദ്രവിരുദ്ധ പ്രചരണം LDFും UDFും കൊഴുപ്പിക്കുമ്പോൾ ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയാണ് BJPയുടെ മറുപടി. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമെന്നും അനുവദിച്ചതിലും അധികം പണം കടമെടുക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിക്കുന്നു. തിരുവനന്തപുരത്ത് NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. RBI തന്നോട് റിപ്പോർട്ടിൽ 5 ടോപ്പ് സ്റ്റേറ്റ്സ് இருக்கு இந்தியால ഫൈനാൻഷ്യലി സ്ട്രെസ്ഡா இருக்கா. அந்த 5 டாப் ஸ்டேட்ஸ்ல கேரளா ஒன்று. கேரளத்து மக்களுடைய மிஸ்டேக் இல்லை. இட்ஸ் நாட் த ஃபால்ட் ஆஃப் த பீப்புள் ஆஃப் கேரளா. இட் இஸ் பிகாஸ் ஆஃப் த புவர் கவர்னன்ஸ் ஆஃப் கேரளா. கண்டினியூவஸ்லி ஃபிஸ்கல் மேனேஜ்மெண்ட் புவரா இருந்தால் தான் அப்படி ஆகும். நாட் 1 year, not 2 years. Continuously, Kerala state's financial management has been so poor. 2016-17 லேந்து ஆரம்பிச்சு 2021-22 வரைக்கும் borrowing limits இருக்கு. அதை தாண்டி அதை circumvent பண்ணி I want more money to borrow. Off budget borrowing happened in Kerala. വോട്ടെടുപ്പ് EVM വഴിയായ ഇക്കാലത്തിന് മുന്നേ പഴയൊരു വോട്ട് പെട്ടി കാലമുണ്ടായിരുന്നു. മുതിർന്നവർക്ക് ഗൃഹാതുരത്വവും യുവതലമുറയ്ക്ക് അന്യവുമായ ഒരു വോട്ട് പെട്ടി കാലം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി സുരേഷ് തൻ്റെ അച്ഛനിൽ നിന്നും കൈമാറി കിട്ടിയ ആ പഴയ പോളിംഗ് ബോക്സ് ഇന്നും നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. ആദ്യകാല വോട്ടിംഗ് പെട്ടി എങ്ങനെയെന്ന് പോലും അറിയാത്ത പുതുതലമുറയ്ക്ക് അത് പരിചയപ്പെടുത്താൻ കൂടിയാണ് വാഴാനി സ്വദേശി TV സുരേഷ് തനിക്ക് കൈമാറി കിട്ടിയ വോട്ടുപെട്ടി നിധി പോലെ സൂക്ഷിക്കുന്നത്.